ഹായ് ഫ്രണ്ട്സ്, സാബിന മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസംബർ മാസം 2-ാം തീയതിയാണ്. ഇന്ന് OTT റിലീസ് ചെയ്ത സിനിമകളും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പം ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കുന്നതിന് മുമ്പേ ആദ്യമേ ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബെൽ ബട്ടൺ കൂടി ഇനാബിൾ ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഇതുപോലുള്ള ഏറ്റവും പുതിയ വീഡിയോസ് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതാണ് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ സിനിമകളും സീരീസുകളാണെന്ന് നോക്കാം, അപ്ഡേറ്റുകൾ ഏതൊക്കെ നോക്കാം. ഒന്നാമത്തെ സിനിമ ഒരു മലയാളം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ്. റാണി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. യൂട്യൂബിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ബിജു സോമാനം, മക്ബൂൽ സൽമാൻ, ശിവാനി എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. യൂട്യൂബിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ആക്ഷൻ കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയാണ്. കരട്ടക ദമനക എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ശിവരാജ് കുമാറും പ്രഭുദേവിയൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. കന്നഡ ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തെലുങ്ക് മൂവിയാണ്. മന്ദിര എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്ക് വഴി ഈ ഒരു സിനിമ ഡിസംബർ മാസം 5-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തൊരു അഡ്വഞ്ചർ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ജാക്ക് ഇൻ ടൈം ഫോർ ക്രിസ്മസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ ആമസോൺ പ്രൈമിൽ ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് നമ്മുടെ ആലിയ ഭട്ട് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു സിനിമയായിരുന്നു. ഒരു ക്രൈം ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു ജിഗ്ര എന്ന് പറഞ്ഞ ഹിന്ദി മൂവി. തിയേറ്റർ റിലീസിന് ഒരു പരാജയമായിരുന്നു. ഇപ്പോൾ ഈ ഒരു സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ ഡിസംബർ മാസം 6-ാം തീയതി റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. അടുത്തത് ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സീരീസ് ആണ്. മയരി എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഡിസംബർ മാസം 6-ാം തീയതി ഈ ഒരു സീരീസ് C5 റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു തമിഴ് ത്രില്ലർ മൂവിയാണ്. സർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ഡിസംബർ മാസം 6-ാം തീയതിയാണ് ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തത് നമ്മുടെ അജയ് ദേവ്ഗൻ, അക്ഷയ് കുമാർ, ടൈഗർ ഷ്രോഫ്, ദീപിക പദുക്കോൺ, കരീന കപൂർ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് നമ്മുടെ സൽമാൻ ഖാൻ ക്യാമിയോ വന്ന സിനിമയായിരുന്നു സിംഗം എഗെയിൻ എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ ഒരു ആക്ഷൻ ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഹിന്ദി ഭാഷയിൽ ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിൽ ഡിസംബർ മാസം 12-ാം തീയതി റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത മനോജ് ബാജ്പേയി പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു ഡിസ്പാച്ച് എന്ന് പറഞ്ഞ സിനിമ. ഡെസ്പാച്ച് ഈ ഒരു സിനിമ C5 ഡിസംബർ മാസം 13-ന് റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഹിന്ദി ഭാഷയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ മലയാളത്തിൽ നിന്നുള്ളൊരു സിനിമയാണ് അടുത്തത്. ഹലോ മമ്മി എന്ന് പറഞ്ഞ സിനിമ. ഷറഫുദ്ദീൻ, ഐശ്വര്യലക്ഷ്മി എന്നിവർക്ക് പ്രധാന വേഷം കൈകാര്യം ചെയ്ത് തിയേറ്റർ റിലീസ് ചെയ്ത് നല്ലൊരു വിജയം കരസ്ഥമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ്. ഇപ്പോഴും തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയാണ്. ആമസോൺ പ്രൈമും മനോരമ മാക്സും ആണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയെന്നാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പറയുന്നത്. അപ്പം ഡിസംബർ മാസം ലാസ്റ്റ് വീക്ക്, അതായത് ക്രിസ്മസ്, ന്യൂ ഇയേഴ്സ് സ്പെഷ്യലായിട്ട് ഈ ഒരു സിനിമ ആമസോൺ പ്രൈം, മനോരമ മാക്സ് OTT പ്ലാറ്റ്ഫോമിലായിട്ട് റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റുകളാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ളത്. ഒരു കോമഡി ഹൊറർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. അപ്പോൾ ഈ ഒരു സിനിമ തിയേറ്ററിൽ കണ്ടതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ. അത്യാവശ്യം കോമഡി, നല്ല ചിരിക്കാനുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തിയേറ്ററിൽ കണ്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്തു നോക്കുക ഈ ഒരു സിനിമ എന്നുള്ളത്. എന്തായാലും ഈ മാസം അവസാനത്തോടു കൂടി അല്ലെങ്കിൽ ജനുവരി മാസം ഫസ്റ്റോടു കൂടി ക്രിസ്മസ്, ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതായിരിക്കും. OTT റിലീസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഈ ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്, ഏതൊക്കെയാണ് നിങ്ങൾ കണ്ടത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.